ഓക്കെ, വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ റേഷ്യോ മെത്തേഡും ട്രീ മെത്തേഡും, അതായത് സാധാരണ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വാട്ട് വിൽ ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ 2 years ഓൺ എ സം ഓഫ് ₹7,500 at 4%? ആദ്യമേ എന്താണ് ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതേപോലെ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ജസ്റ്റ് ഒരു ഐഡിയ പറയാം. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ, സാധാരണ പലിശ കണക്കാക്കുമ്പോൾ അവിടെ ഒരു പലിശ നിരക്ക് ഉണ്ടാക്കി എന്തായിരിക്കും? റേറ്റ് പെർസെൻറ്റേജ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി 10% റേറ്റ് പെർസെൻറ്റേജ് എന്ന് കരുതുക. ഒരു എമൗണ്ട് പറയും, അതിനെ പ്രിൻസിപ്പൾ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വർഷത്തെ പലിശ നിരക്ക് കാണാൻ ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പൾ 10,000 ആണെന്ന് കരുതുക. 10,000ന്റെ 10%, 10% 10/100. ഇത് കണ്ടുപിടിക്കുന്നതായിരിക്കും എത്ര? ആ പലിശ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വർഷമാകുമ്പോൾ ആ കിട്ടിയ പലിശ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ മതി. കാര്യം സാധാരണ പലിശയിൽ ആദ്യത്തെ വർഷം 10% ആണെങ്കിൽ രണ്ടാമത്തെ വർഷം 10% ആയിരിക്കും, അല്ലെ? ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ടോട്ടൽ 20% പലിശ കിട്ടും. 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ടോട്ടൽ 30% പലിശ കിട്ടും. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. 10% പലിശ നിരക്കാണ് എങ്കിൽ ആദ്യത്തെ വർഷം 10% തന്നെ ആയിരിക്കും കിട്ടുന്നത്. സിമ്പിളിലും കോമ്പൗണ്ടിലും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ രണ്ടാമത്തെ വർഷം ആകുമ്പോൾ രണ്ടാമത്തെ വർഷം 10% മാത്രമല്ല, അതായത് ഇപ്പൊ ആദ്യത്തെ വർഷം 10% കിട്ടി, രണ്ടാമത്തെ വർഷം 10% മാത്രമല്ല, അതിനു മുൻപ് കിട്ടിയ, അതായത് ഒന്നാമത്തെ വർഷം നമുക്ക് 10% പലിശ കിട്ടിയതിന്റെ 10% പലിശയും കൂടെ കിട്ടും. 10ന്റെ 10% എത്ര? 1%. അപ്പൊ ടോട്ടല് 2 വർഷം കഴിയുമ്പോൾ 21% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടുന്ന പലിശ. പക്ഷെ സിമ്പിൾ ഇൻട്രസ്റ്റിലായിരുന്നു എത്രയായിരുന്നു? 20%. ഓക്കെ, ഇപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ നോർമൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എമൗണ്ട് ആകുന്നതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഇൻറ്റു 1 + R/100 ദ ഹോൾ റേസ് ടു n ആണ്. ഇതിൽ നമ്മൾ പ്രിൻസിപ്പൾ എത്രയാണെന്ന് കൊടുക്കും. ഇത്ര വലിയ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. ആദ്യമേ നമുക്ക് റേഷ്യോ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദെൻ ട്രീ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, റേഷ്യോ മെത്തേഡ് ഉദ്ദേശിക്കുന്നത്, റേഷ്യോ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റേറ്റ് പെർസെൻറ്റേജ് ആയ 4%നെ ഒരു റേഷ്യോ ആയിട്ട് എടുക്കണം. റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 4% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/100 ആണ്. 4/100 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/25 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പൾ, അതായത് 25 രൂപ ആയിരുന്നു പ്രിൻസിപ്പൾ എങ്കിൽ, ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യാണ് 25 രൂപ ആയിരുന്നു പ്രിൻസിപ്പൾ എങ്കിൽ അതിന് 1 രൂപയായിരിക്കും പലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അത് അസ്യൂം ചെയ്യുമ്പോൾ 25 രൂപ ആയിരുന്നെങ്കിൽ 1 രൂപ പലിശയും കൂടെ ചേർത്ത് 25 1 രൂപയുടെ ചേർന്ന് 26 രൂപയാണ്, അല്ലെ? ഇനി രണ്ടാമത്തെ വർഷം ഇതേപോലെ തന്നെ 25 രൂപയാണ് 26 ആയതിന് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി ടോട്ടൽ നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2 വർഷത്തെ കേസ് എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കും. 25 എത്ര? 25 സ്ക്വയർ 625. അപ്പോ ഇവിടെ അതേപോലെ 26 × 26 676. അപ്പൊ 625 രൂപ ആയിരുന്നുവെങ്കിൽ നമുക്ക് അത് എമൗണ്ട് ആയി 676 രൂപയായിരുന്നു. എനിക്ക് എത്ര രൂപയായിരുന്നു പലിശ കിട്ടുന്നത്? 51 രൂപയല്ലേ? ഓക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ 625 ആണോ? അല്ല. 625 രൂപ ആയിരുന്നെങ്കിൽ 51 പലിശയായിരുന്നു. അപ്പൊ ടോട്ടൽ 676 ആയിരുന്നു. പക്ഷെ 625 പകരം നമുക്ക് ക്വസ്റ്റ്യന് 7,500. അപ്പൊ 625 എങ്ങനെ 7,500 ആക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം. അതായത് 625 ഒരു സംഖ്യയാണ്. ഡയറക്റ്റ് എപ്പോഴും ഇപ്പൊ 750 ഡയറക്റ്റ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാറുണ്ട്. 625 ആകുമ്പോൾ അതിനൊരു എളുപ്പവഴി ഞാൻ പറയാം. 625ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ എടുത്തത് 2 കൊണ്ട് ഗുണിച്ച് 1250. അതായത് 2 കൊണ്ട് ഗുണിച്ചാൽ 1250. അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചേ 1250ന്റെ ഡബിള് 2500. 2500 വീണ്ടും 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 7,500 കിട്ടുന്നത്. ഇപ്പൊ എന്തൊക്കെ കൊണ്ട് ഗുണിച്ച്? 2 2 3, 2 × 2 4, 4 × 3 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 620 12 കൊണ്ട് ഗുണിച്ചാലായിരിക്കും 7,500 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ പലിശ മാത്രം കാണണമെങ്കിൽ 51 12 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ ആൻസർ. 51 10 കൊണ്ട് ഗുണിച്ചേ 510. പിന്നെ 51 2 കൊണ്ട് ഗുണിച്ചേ 100.
2. അപ്പൊ 510 102 കൂടെ കൂട്ടിയ 612 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. ഇനി എന്താണ് പ്രീ മെത്തേഡ് എന്നുള്ള ഞാൻ പറയാം. പ്രീ മെത്തേഡ് ഇതുമായിട്ട് ഈ ഒരു കേസിൽ വലിയ വ്യത്യാസമില്ല. പ്രീ മെത്തേഡ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ മാത്രം പലിശ, അല്ലെ രണ്ടാമത്തെ വർഷത്തെയും ആദ്യത്തെ വർഷത്തെ പലിശയുടെ വ്യത്യാസം, ഡിഫറൻസ് അതൊക്കെ തരുമ്പോഴാണ് ഇത് യൂസ്ഫുൾ. എന്നാലും ഞാൻ മെത്തേഡ് എന്ന് പറയാം. അതായത് ഇവിടെ ആദ്യമേ റേറ്റ് പെർസെന്റേജ് വെച്ച് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതായത് 1/25 ആണ് റേറ്റ് പെർസെന്റേജ്. അപ്പൊ 2 വർഷത്തേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ 25ന്റെ സ്ക്വയർ ആയിരിക്കും എടുക്കുന്നത്. അത് ഇവിടെ അത് തന്നെയല്ലേ, 625 ആയിരിക്കും ഇവിടെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നത്, പ്രിൻസിപ്പൾ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ പലിശ നിരക്ക് 4% എന്ന് വെച്ചാൽ അതായത് 625ന്റെ 1/25 എത്ര കിട്ടും? 25 കിട്ടും. ഇത് ഫസ്റ്റ് ഇയറിലെയാണ്. ഇനി സെക്കൻഡ് ഇയറിലെ സാധാരണ പലിശ രീതിയിൽ ഇവിടെയും എത്രയായിരുന്നു കിട്ടേണ്ടത്? 25 രൂപയായിരുന്നു കിട്ടേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ വർഷം ഇത് മാത്രമല്ല കിട്ടുന്നത്, ഈ കഴിഞ്ഞ വർഷത്തെ പലിശയായ 25 രൂപയുടെ 4% കിട്ടും. 4% വെച്ചാൽ 1/28. 25 രൂപയുടെ 4% എത്ര? 1. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയാൽ 25 25 50 ഒന്നുകൂടെ കൂട്ടിയ 51 ഇവിടുത്തെ പലിശ. അപ്പൊ 625 പകരം 7500 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കുമെന്ന് നോക്കി, ഇവിടുത്തെ പോലെ. എന്നിട്ട് 51 അതുകൊണ്ട് ഗുണിക്കും. ഇവിടെ രണ്ടും സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ആൻ എമൗണ്ട് ഓഫ് ₹7,200 at the rate of 5% per annum for 2 years? 5% ആണ് ഇവിടുത്തെ റേറ്റ് പെർസെന്റ്. 5% 1/20. അതായത് 20 ആയിരുന്നെങ്കിൽ ഇറ്റ് വിൽ എമൗണ്ട്സ് ടു 21. രണ്ടാമത്തെ വർഷം 20 ആയിരുന്നെങ്കിൽ 21. 20 into 20 400 will amounts to 21 into 20 440. ഇതാണ് നമ്മുടെ റേഷ്യോ മെത്തേഡ്. നിങ്ങളിപ്പോ കരുതും സാർ ഇവിടെ 20 21 20 2 വർഷമാകുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ പോലെയാണ്. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ 2 വർഷം 2 ടൈപ്പുള്ള 2 പലിശ നിരക്കാണ് തരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പൊ 400 രൂപയായിരുന്നെങ്കിൽ 441 രൂപ, അതായത് എത്ര രൂപ പലിശ? 41 രൂപ പലിശ കിട്ടിയാണ്. ഇനി 400 ആവുന്ന നമ്മുടെ കൊണ്ടല്ല, 400 അല്ല 7200 അപ്പൊ 400 എത്ര കൊണ്ട് കുറിച്ച് 7200 ആവും? 2 0 2 0 വെട്ടി കളഞ്ഞിട്ട് 4നെ 18 കൊണ്ട് കുടിക്കുമ്പോഴായിരിക്കും 7200 ആവും. അപ്പൊ നമുക്കിവിടെ കോമൺ ഇൻട്രസ്റ്റ് ആണ്. 41നെ 18 കൊണ്ട് കുടിക്കുന്നതായിരിക്കും ആൻസർ. മുമ്പേ കുടിച്ചാലും 41നെ 10 കൊണ്ട് കുടിക്കുക 410. അതിന്റെ കൂടെ 41നെ 8 കൊണ്ട് കുടിക്കുന്നത്, 40നെ 8 കൊണ്ട് കുടിച്ചാൽ എത്ര? 320. ഒരു 8 കൂടെ കൂട്ടി 328. അപ്പൊ എത്ര കിട്ടി? 4 738 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി പ്രീ മെത്തേഡ് ചെയ്താൽ ഇത് 400 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. 400ന്റെ 1/20 എത്ര? 20 കിട്ടും. രണ്ടാമത്തെ വർഷം സാധാരണ പലിശ വെച്ച് 20. അതായത് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം കണക്കൂട്ടാൻ ചോദിച്ചാൽ നമ്മൾ ഇത് മാത്രം എടുക്കും. അതാണ് ഈ പ്രീ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വർഷം ഈ 20 രൂപ മാത്രമല്ല പലിശ കിട്ടുന്നത്, അതിനു മുമ്പുള്ള പലിശ 20 രൂപയുടെ 5%. 20ന്റെ 5% എത്രയാണ്? 1. ടോട്ടൽ 41. ഇവിടുത്തെ പോലെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് അറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years at the rate of 5% per annum will be ₹164. അതായത് ഏതൊരു എമൗണ്ടിനാണ്, എത്ര രൂപയ്ക്കാണ് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 164 രൂപയാണ്. അറ്റ് 5% പറയാം. 5% മുമ്പത്തെ പോലെ തന്നെ 1/20 നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് 20 amounts to 21. 2 വർഷമാകുമ്പോൾ 20 amounts to 21. ടോട്ടൽ 400 amounts to 441. മുമ്പ് എഴുതിയതാണ്. 41 രൂപ പലിശ. ഇത് നമ്മുടെ അസംഷൻ പ്രകാരം അല്ലേ? 41 ആണോ കറക്റ്റ് ക്വസ്റ്റ്യന്റെ? അല്ല, 164 ആണ്. 41നെ 164 ആകണേ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത 400നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കറക്റ്റ് ആൻസർ കിട്ടും. 4 16 1600 ആയിരിക്കും ആൻസർ. ട്രീ മെത്തേഡിൽ ഇത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രിൻസിപ്പിൾ അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. ടൈം 2 years, റേറ്റ് 12.5%, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 6.80. 12 and 1/2%. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുന്നത് തന്നെയാണ്.
1/8 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല എന്നല്ല, എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാൻ പറയാം. ആദ്യമേ ഈ മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അതായത് 12 ഗുണം 2 24, 24 കൂട്ടി 25/2% കിട്ടും. 25/2% എങ്ങനെ ചെയ്യുന്നത്? ശതമാനം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ആണ്. 25/2 വീണ്ടും ഒരു ബൈ 100. ഈ 100 എവിടെ പോവും? താഴെ മൾട്ടിപ്ലൈ ആവും. സോ 25/200 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് ഒരു പ്രാവശ്യം, ഇവിടെ 8 പ്രാവശ്യം. ഇങ്ങനെയാണ് 1/8. നിങ്ങൾ ഇത്രയും ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? കാണാതെ പഠിച്ചു വെച്ചിരുന്ന അതുകൊണ്ട് പറയുന്നത് എല്ലാവരും കാണാതെ പഠിച്ചു തരണം. ഓക്കെ. അപ്പൊ 8 രൂപയായിരുന്നെങ്കിൽ എമൗണ്ട് ആയിട്ട് 9 രൂപയാണ്. 2 വർഷത്തെ കഴിഞ്ഞത്. രണ്ടാമത്തെ വർഷം 8 ആയിരുന്നെങ്കിൽ 9 ആയിരുന്നു. ടോട്ടൽ 8 ഗുണം 8 64 ആയിരുന്നുവെങ്കിൽ 9 ഗുണം 9 81 രൂപയാണ്. എത്ര രൂപ പലിശ കിട്ടിയത്? 17 രൂപ. ഇവിടെ 17 രൂപയ്ക്ക് വരെ അവർ പറഞ്ഞിരിക്കുകയാണ് 6.80. നിങ്ങൾക്ക് ഈ പോയിന്റ് വരുമ്പോൾ ചെയ്യാൻ പ്രശ്നമുണ്ടെങ്കിൽ ഒരു 10 കൊണ്ട് ഗുണിക്കുക. രണ്ടിടവും. അപ്പൊ 170 ഇവിടെ 68. 68.0 എന്ന് പറഞ്ഞാൽ 68 അല്ലേ? ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് 17 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 17-നകത്ത് ഒരു പ്രാവശ്യം, പിന്നെ ഒരു 0, ഇവിടെ 4 പ്രാവശ്യം. പിന്നെ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 + 2. അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2/5 എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഒരു യൂണിറ്റ് 2/5 ആണ്. ഒരു യൂണിറ്റ് 2/5 ആണെങ്കിൽ നമ്മൾ എടുത്ത് കറക്റ്റ് എന്താണ് പ്രിൻസിപ്പിൾ? 64-നെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതായിരിക്കും ആൻസർ. 12.560.4-നെ ചെയ്യുമ്പോൾ 8.540. 12.8-നെ 2 കൊണ്ട് ഗുണിച്ച് 24 25.6. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ട്രീ മെത്തേഡ് ചെയ്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അടുത്തത് റേറ്റ് 16 ഹോൾ 2/3%. മുമ്പത്തെ പോലെ ഞാൻ ചെയ്യുന്നില്ല. അവിടെ ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഇതേപോലെ നിങ്ങൾക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 1/6 ആണ് 16 and 2/3 എന്ന് പറഞ്ഞത്. ടൈം 2 ഇയർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് ആവുന്നത് ₹1470. അപ്പൊ 6 രൂപയായിരുന്നെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 7 ആയതിന്, രണ്ടാമത്തെ വർഷം 6 ആണെങ്കിൽ 7 ആയതിന്, ടോട്ടൽ 6 × 6 36 രൂപയായിരുന്നെങ്കിൽ 7 × 7 49 രൂപയാണ്. 36 രൂപയായിരുന്നെങ്കിൽ 13 രൂപ പലിശയും കൂടെ ചേർത്ത് 49 രൂപയായിട്ട് എമൗണ്ട് ആവും. ആ എമൗണ്ടിന് പകരം കറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണ് 1470. 49-നെ ഡയറക്റ്റ് 3 കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും. ഗസ് ചെയ്യുന്നതാണ്, അതെല്ലാം നിങ്ങൾ ഗുണിച്ചു. കാര്യം 9 × 3 27 വരും. 3 പിന്നെ ഒരു 0 30. അപ്പൊ ഒരു യൂണിറ്റ് ആണ് 30 കിട്ടിയത്. എങ്കിൽ നമ്മളുടെ 36 യൂണിറ്റ് അല്ലേ നമ്മുടെ പ്രിൻസിപ്പള്? പ്രിൻസിപ്പൾ ആയിരുന്നു ഇവിടെ ചോദിച്ചെങ്കിൽ 36 ഗുണം 30 ആയിരുന്നു. പക്ഷെ എന്ത് ചോദിച്ചു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 13 ഗുണം 30 ചെയ്താൽ മതി. 13 ഗുണം 3 39, പിന്നെ ഒരു 0 390. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ സെക്കൻഡ് ഇയർ ഓഫ് ₹132 at the rate of 10%. ഓക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനില് നമുക്ക് ട്രീ മെത്തേഡ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ ഇതിൽ നമുക്ക് ട്രീ മെത്തേഡ് ചെയ്യാം. കഴിഞ്ഞ 2 ക്വസ്റ്റ്യനും റേഷ്യോ മെത്തേഡ് അല്ലേ ചെയ്തത്. ഇപ്പൊ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അത് ആദ്യം അറിയാം. നമ്മൾ പറഞ്ഞേ 10 രൂപയായിരുന്നെങ്കിൽ എമൗണ്ട് ആയിട്ട്, ഇത് റേഷ്യോ മെത്തേഡാണ്. ഞാനിവിടെ ട്രീ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ട്രീ മെത്തേഡ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 2 വർഷത്തേക്കല്ലേ? ഫോർ ദ സെക്കൻഡ് ഇയർ 2 വർഷം ഉണ്ട് ടോട്ടൽ. അപ്പൊ നമ്മൾ ഈ താഴത്തെ 10-ന്റെ സ്ക്വയർ ആയ 100 ആയിരിക്കും ഇതായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഇതായിട്ട് പ്രിൻസിപ്പിൾ ആയിട്ട് 100 ആയിരുന്നു. 100-ന്റെ 10% എത്ര? 100-ന്റെ 10% എന്ന് വെച്ചാൽ 1/10 10 കിട്ടും. രണ്ടാമത്തെ വർഷത്തെ ഇങ്ങനെ 10 എഴുതി. ഇനി ഇത് രണ്ടാമത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ 10 രൂപ മാത്രമാണോ കിട്ടുന്നതല്ല, അതിന് മുമ്പത്തെ വർഷത്തെ പലിശയായ 10 രൂപയുടെ 10%, 10-ന്റെ 10% ആവുന്നു. അപ്പൊ നോക്കിയേ, ടോട്ടല് 21 രൂപയാണ് പലിശ കിട്ടുന്നത്. പക്ഷെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ദ സെക്കൻഡ് ഇയർ, സെക്കൻഡ് ഇയർ മാത്രം കിട്ടിയത് എത്ര? 11 രൂപയല്ലേ ടോട്ടല്. 11-ന് പകരം 132. 11-ന് എത്ര കൊണ്ട് ഗുണിച്ചാലോ 132? 12 കൊണ്ട് ഗുണിച്ചാലോ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ നമ്പറിനെ 12 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. സമം ഉദ്ദേശിക്കുന്ന പ്രിൻസിപ്പിൾ ആണ്. സോ 1200 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇനി എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് 11 1/9%. എത്രയാ?
11 1/9 ആണ്. സോറി 1/9 ആണ് ഫ്രാക്ഷൻ. അവിടെ ഞാൻ ഒന്നുകൂടെ മുമ്പത്തെ സ്റ്റെപ്പ് പറയാം. 11 സോറി 11 +9 100/9 എന്ന് വരും. 100/9 ശതമാനം വീണ്ടും ഒരു ബൈ 100. ആ 100 ഇവിടെ മുകളിൽ പോകും. സോ 100 ക്യാൻസൽ ചെയ്ത 1/9 എന്ന് വരും. ഓക്കെ, ഈ ടൈം 2 ഇയർ ആണ്. കോമ്പൗണ്ട് സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ നമ്മളൊരു ട്രീ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോ 1/9 9ന്റെ സ്ക്വയർ ആയ 81 ആയിട്ട് എന്തിനെ അസ്യൂം ചെയ്യാം നമ്മള്? എന്തിനെ അസ്യൂം ചെയ്യും? പ്രിൻസിപ്പൾ. സോ ആദ്യത്തെ വർഷം 81ന്റെ 11 1/9% എന്ന് വെച്ചാൽ 1/9. 81ന്റെ 1/9 എത്ര വരും? 9. രണ്ടാമത്തെ വർഷം 9 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ ഈ 9ന്റെ 1/9 കൂടെ കിട്ടും. സോ 100. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ദ സെക്കൻഡ് ഇയർ എത്ര? നമുക്ക് ഇത് പ്രകാരം 10 രൂപ. പക്ഷെ ക്വസ്റ്റ്യന് 10 രൂപ എത്ര പറഞ്ഞു? 70 എന്നാവും. എത്ര കൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്കിവിടെ എമൗണ്ട് ആവുന്നതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 81 രൂപയായിരുന്നു എങ്കിൽ 81 രൂപയുടെ 19 രൂപയും കൂടെ എന്ത് കിട്ടും? 19 എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടി? 9 9 19 രൂപയുടെ ചേർന്ന് 100 രൂപയായിരിക്കും നമുക്ക് പലിശയോടെ ചേർത്ത് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ആ 100ന് പകരം 100നെ 70 കൊണ്ട് ഗുണിച്ചാൽ സോറി 7 കൊണ്ടാവും. 100നെ 7 കൊണ്ട് ഗുണിച്ചാൽ 700 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റേറ്റ് 15% ടൈം 2 ഇയർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3 മെത്തേഡ് ആയിരിക്കും. 15% എന്താണെന്ന് ഞാൻ പറഞ്ഞത് 3/20 ആണ് കേട്ടോ. അപ്പൊ 3 മെത്തേഡിൽ നമ്മൾ എത്ര? താഴത്തെ ഈ 20യുടെ എത്ര? 2 വർഷമായിട്ട് 20യുടെ സ്ക്വയർ ആയ 400 ആണ് പ്രിൻസിപ്പൾ എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് അതിന്റെ 400ന്റെ 15% എന്ന് പറഞ്ഞാൽ എത്ര? 3/20 അല്ലേ. 400ന്റെ 3/20 എത്ര വരും? ക്യാൻസൽ ചെയ്യും. 20 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 20. 20 × 3 60. രണ്ടാമത്തെ വർഷം 60 അതേപോലെ എഴുതാം. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 60ന്റെ 3/20 ഇവിടെ കിട്ടും. 60ന്റെ 3/20 20 വെച്ച് ക്യാൻസൽ ചെയ്യും. 3 × 3 9. ഇനി ശ്രദ്ധിച്ചോണം, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു. ഇതാ ഈ ആദ്യത്തെ റോയിൽ കിടക്കുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം. ഇല്ല, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുമ്പോഴേ എല്ലാ വർഷവും ഒന്ന് തന്നെ ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഈ വട്ടത്തിൽ വരുന്നത്. അതായത് മൊത്തം ഈ സ്ക്വയറിൽ റെക്ടാംഗിൾ ഞാൻ വരച്ചതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സർക്കിൾ വരെ ടോട്ടലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വലിയ സർക്കിളിൽ നിന്ന് ഈ സ്ക്വയറിലെ പോർഷൻ മാത്രം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ആരെ ആവശ്യമിക്കുന്ന ആളെ 9. അല്ല, നിങ്ങൾക്ക് കൂട്ടിയിട്ടായാലും എടുക്കാം. 60 60 120 129 120 കുറച്ചാലും മതി. ഇത്രയും ചെയ്താൽ നമുക്ക് 9 ആയിരിക്കും വ്യത്യാസം കിട്ടുന്നത്. 9ന് വരെ ഇവിടെ 2.7 എന്നാണ്. 9ന് എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27. അപ്പൊ ഇവിടെ 0.3 ഉണ്ടായിരിക്കും മൾട്ടിപ്ലൈ. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടുന്ന? ടോട്ടൽ 129 അല്ലേ. 129നെ 0.3 കൊണ്ട് ഗുണിക്കുക. 0.3 കൊണ്ട് ഗുണിക്കാൻ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു പോയിന്റ് കൊടുത്താൽ മതിയല്ലേ. 129നെ 3 കൊണ്ട് ഗുണിച്ചാൽ എളുപ്പം പറ. 100നെ 3 കൊണ്ട് ഗുണിച്ചാൽ 300. അതിൻ്റെ കൂടെ എന്താ? 29നെ 3 കൊണ്ട് ഗുണിക്കണം. അവിടെ എളുപ്പവഴി എന്താ? 30നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 90 അല്ലേ. അതിൽ നിന്ന് 3 വർഷം 90 3 വർഷം 87 387 പോയിന്റൂടെ ആഡ് ചെയ്യണമല്ലേ. 38.7 ഇതായിരിക്കും ആൻസർ. അടുത്തത് പ്രിൻസിപ്പൽ =4,000. റേറ്റ് പെർസെന്റേജ്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ആ മെത്തേഡ് വഴി ഇതൊന്ന് ചെയ്തു നോക്കുക. അതായത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വേണം ഓക്കെ, ഈ ക്വസ്റ്റ്യനോടെ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. 8% എന്ന് പറയുമ്പോൾ 8% എങ്ങനെ എഴുതുന്നത്? 8% 4% 1/25. 8% 2/25 ആയിരിക്കും. അപ്പൊ 25ന്റെ സ്ക്വയർ ആയ 625 നമ്മൾ എന്തായിട്ട് എടുക്കും? പ്രിൻസിപ്പൽ ആയിട്ട് എടുക്കും. എന്നിട്ട് ഇത് കണ്ടുപിടിക്കും. അപ്പൊ എന്ത് ആണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതേപോലെ ഓരോ ഷോർട്ട് കട്ട് മെത്തേഡുകൾ പഠിക്കാം. ഓക്കെ, ബൈ.